ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സാരി ബ്ലൗസിങ്ങിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കയ്യിൽ ഒരു അളവ് ബ്ലൗസ് കിട്ടിയാൽ അത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അളവ് ഇതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തുണി നമുക്ക് ഫസ്റ്റ് നിവർത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈ ചുളിവൊക്കെ ഉള്ള ബ്ലൗസിൽ വെട്ടി കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം നല്ല വശമാണ് ഞാൻ ഇപ്പം മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിതിൽ കുറച്ച് ചുളിവൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഞാൻ നിവർത്തി കൊടുക്കുകയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഇതിലാണ് ഫസ്റ്റ് നമ്മൾ ഇറക്കും വീതി എടുക്കാൻ പോകുന്നത്, അതായത് ലെങ്തും വിഡ്ത്തും എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ബാക്ക് പാർട്ടാണ് കേട്ടോ വെട്ടാൻ പോകുന്നത്. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ഇട്ടാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. ഇങ്ങനെ വെട്ടിയാലുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നല്ല കറക്റ്റ് ഫിനിഷിങ്ങോടുകൂടി കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും ബ്ലൗസ് വെട്ടാൻ പറ്റും കേട്ടോ. ആ രീതിയിൽ വെട്ടുകയാണെങ്കിൽ നമ്മൾ ഈ കൈക്കുഴിയുടെ അവിടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുവേ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ കാണിച്ചു തരുന്നത്. ഇതാണ് ഭയങ്കര എളുപ്പം. അപ്പോൾ പഠിച്ചെടുത്താൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ടോട്ടൽ വിഡ്ത്ത് വരുന്നത് 40 ഇഞ്ചിൻ്റെയാണ്. അതിൻ്റെ 4 ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് വിട്ടൂടെ നമുക്ക് തയ്യൽത്തുമ്പും കൂടെ കണക്കാക്കി എടുക്കണം. ഞാൻ ഇപ്പോൾ തയ്യൽത്തുമ്പ് 1.5 ഇഞ്ച് കൂട്ടി 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇറക്കം വരുന്നത് തയ്യൽത്തുമ്പ് കൂട്ടാതെ 14 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽത്തുമ്പ് നമ്മൾ ഓരോ ഷോൾഡറിൻ്റെ അവിടെയും താഴെയും തയ്യൽത്തുമ്പ് വേണം. അതുകൊണ്ട് 15 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കറക്റ്റ് അളവെടുത്തിട്ട് തയ്യൽത്തുമ്പ് കൂടെ കണക്കാക്കിയാണ് മാർക്ക് ചെയ്തെടുക്കാനുള്ളത്. അപ്പം നല്ല വശത്ത് ഇതുപോലെ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അളവ് ഉണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരും. അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ താഴത്തെ പോർഷനിൽ സ്ട്രെയിറ്റ് അത് ഡോട്ടോ ലൈനോ ഒക്കെ വരച്ച് കൊടുക്കുക. അപ്പോൾ വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ലൈന് കൂടെ വെട്ടിയെടുക്കുമ്പോൾ വളയാതെയൊക്കെ വെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അളവിൻ്റെ ബ്ലൗസ് ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൗസ് ഇതുപോലെ നല്ല നിവർത്തി വച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അളവുകളൊക്കെ എടുക്കാവൂ. അപ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ അകലം വന്നിട്ട് 6 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചാലേ നമുക്ക് കറക്റ്റ് വിഡ്ത്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ 6 ഇഞ്ചിൽ നിന്ന് അതിൻ്റെ പകുതിയിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 2 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഷോൾഡറാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ 2.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടാതെ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും തയ്യൽത്തുമ്പ് വേണം. അപ്പോൾ ആ തയ്യൽത്തുമ്പ് കൂടെ കണക്കാക്കി 3.25 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും തയ്യൽത്തുമ്പും കൂടെ കണക്കാക്കിയാണ് 3.25 അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റൊക്കെ തയ്ക്കണവരാണെങ്കിൽ ഒരു 1/4 ഇഞ്ച് ഇടല്, 1/2 ഇഞ്ച് തന്നെ നിങ്ങൾ തയ്യൽത്തുമ്പ് ഇട്ട് തയ്ക്കണം കേട്ടോ. ആ വെട്ടുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പിടണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 1/4 ഇഞ്ചൊക്കെ ഇട്ടാൽ മതിയാവേ. ഇനി നമ്മൾ ഇത് ഷോൾഡറാണ് നോക്കാൻ പോകുന്നത്, ആം ഹോളാണ് നോക്കാൻ പോകുന്നത്. ഇതുപോലെ ബ്ലൗസ് സ്ട്രെയിറ്റ് ആയിട്ട് വച്ചതിന് ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കുക. താഴേക്ക് നോക്കിയിട്ട് നമ്മൾ ആ കൈ വച്ചടിച്ചേക്കുന്നില്ലേ അവിടെ കൊണ്ടുവന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ അവിടെ L ഷേപ്പിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആം ഹോള് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ടേപ്പ് ഇതുപോലെ മടക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ 5 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് വരുന്നത് തയ്യൽത്തുമ്പ് കൂടാതെ. അപ്പോൾ തയ്യൽത്തുമ്പ് കൂടെ കൂട്ടി 5.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നമ്മൾ 1.5 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 5.5 ഇഞ്ചിൻ്റെ പകുതി ആ ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെസ്റ്റ് അളവ് 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്കെയിലൊക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും. സ്കെയിൽ ഇതാക്കണ്ടില്ലേ, ഈ 3 ഡോട്ടും തമ്മിൽ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ ഇനി കഴുത്തിൻ്റെ ഇറക്കമാണ് നോക്കാൻ പോകുന്നത്. കഴുത്തിറക്കം ഈ നമ്മൾ ആം ഹോൾ റൗണ്ട് ഇതുപോലെ നോക്കിയതുപോലെ തന്നെ ഇതുപോലെ L ഷേപ്പിൽ ടേപ്പ് വെച്ച് നോക്കുക. എന്നിട്ട് എത്ര ഉണ്ടെന്ന് നോക്കുക കേട്ടോ.
അപ്പോൾ എനിക്കിവിടെ 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ തയ്യൽത്തുമ്പ് കൂടെ കണക്കാക്കി 6.5 ഇഞ്ച് എനിക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് നമ്മൾ 2 ഇഞ്ചാണ് വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതും കൂടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു ബോക്സ് വരച്ചു കൊടുക്കുക കേട്ടോ. ഒരു സ്ക്വയർ ബോക്സ് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഈ കഴുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇങ്ങനെ അളവെടുക്കാതെ ഇതുപോലെ ഷോൾഡർ തമ്മിൽ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് വച്ചതിന് ശേഷം നമ്മൾ തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം താഴേക്ക് ഇതുപോലെ വച്ചിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് വച്ച് നോക്കിയാലും മതി. കറക്റ്റ് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെയും മാർക്ക് ചെയ്തെടുക്കാറുണ്ട്, ഞാൻ ഇങ്ങനെയും സിമ്പിളായിട്ട് മാർക്ക് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് വൈഡായിട്ട് നിൽക്കുന്നവരൊക്കെ കുറച്ച് വെളിയിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ശകലം ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് കഴുത്തായതുകൊണ്ട് കുറച്ച് ഒരു വൈഡായിട്ട് നിന്നാൽ ബ്ലൗസിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ താഴത്തെ പോർഷനും കൂടെ എത്ര ഉണ്ടെന്ന് നോക്കുകയാണേ. അപ്പോൾ എനിക്ക് 17 ഇഞ്ചാണ് വരുന്നത്. 17ൻ്റെ പകുതി എടുക്കുക, 8.5 ഇഞ്ച്. 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ. എന്നിട്ട് 2 ഇഞ്ചോ 1.5 ഇഞ്ചോ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡോട്ടാണ് കിട്ടാൻ നോക്കുന്ന. ബാക്കിൽ 2 ഡോട്ട് വരും. അതിൻ്റെ വിഡ്ത്ത് നോക്കുകയാണ് കേട്ടോ അത് എത്രയാണെന്ന്. അപ്പം എനിക്ക് 3.5 ഇഞ്ചാണ് വരുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ 3.5 ഇഞ്ചിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു 4 ഇഞ്ച് വീതം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡോട്ട് മടക്കി അടിക്കുമ്പോൾ ആ 4 ഇഞ്ചിൽ മടക്കി അടിക്കണം. ഇനി അതിൻ്റെ ലെങ്ത്ത് നോക്കിയപ്പോൾ 4.5 ഇഞ്ചാണ് വരുന്നത്. 4 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൂടാതെ വരുന്നത്. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൂടെ കൂട്ടി 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ സ്ട്രെയിറ്റ് വരച്ചതിന് ശേഷം ആ 4 ഇഞ്ചും കൂടെ ഇതുപോലെ ആ സ്ട്രെയിറ്റ് വരയിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 4 ഇഞ്ചും നമ്മൾ ടോട്ടൽ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 1/2 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ ആ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് നീട്ടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടിരുന്നാൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ അടയാളപ്പെടുത്തുന്നതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ്ങിൽ എനിക്ക് ഇവിടെ കൂടുതലായിട്ടും എനിക്ക് കിട്ടുന്നത് ബ്ലൗസ് തന്നെയാണ്. അപ്പോൾ നല്ല കുറച്ച് വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ 1 മീറ്റർ തുണിയെ ചിലപ്പോൾ അവർ കൊണ്ടുവരുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഈ ഒരു രീതിയിൽ എനിക്ക് വെട്ടിയെടുക്കാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ വെട്ടൂല, ഒത്തിട്ടിട്ടാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. പക്ഷേ 40 സൈസുള്ളവർക്കൊക്കെ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോഴും നമുക്ക് പേടി വേണ്ട, തികയും എന്ന് നമുക്കറിയാം. പക്ഷേ കൂടുതലൊക്കെ സൈസുള്ളവരൊക്കെ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ 2 ഇട്ടൊക്കെയാണ് ഞാൻ ചിലപ്പോഴൊക്കെ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് ബാക്ക് പോർഷൻ നമുക്കായിട്ടുണ്ട്. ഡോട്ടിൻ്റെ അവിടെ ഒരു കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ടിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ അപ്പുറത്തെ സൈഡിലും വന്നോളും. അപ്പോൾ ബാക്ക് പോർഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനാണ് വെട്ടിയെടുക്കാനുള്ളത്. ഫ്രണ്ട് പോർഷൻ നമ്മൾ ഒന്നുകിൽ ആ ബാക്ക് തുണി ഇതിൻ്റെ മുകളിൽ തുണിയുടെ മുകളിൽ എടുത്ത് വെച്ചിട്ട് ആം ഹോൾ റൗണ്ടും കഴുത്തും ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വെച്ച് മാർക്ക് ചെയ്യണേക്കാളും നമുക്ക് സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണതാണ് നല്ലത്. അത് വെച്ച് മാർക്ക് ചെയ്താൽ നമുക്ക് ഡൗട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരളവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ 11.5 ഇഞ്ച് എടുത്തെങ്കിൽ 2 ഇഞ്ച് കൂടുതൽ വേണം വീതി ഈ ഫ്രണ്ട് പോർഷനിൽ എടുക്കാനുള്ളത്. അപ്പോൾ 2 ഇഞ്ച് കുറച്ച് ഇങ്ങോട്ട് നീക്കി ഞാൻ തുണി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ആം ഹോൾ റൗണ്ടും കഴുത്തും അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ആം ഹോൾ റൗണ്ട് മറ്റേ ബാക്ക് പോർഷനിൽ 1.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 1 ഇഞ്ചാണ് ആ ഒരു അകലം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആം ഹോൾ റൗണ്ട് ഇതുപോലെ ഒന്ന് നേരത്തെ ചെയ്തതുപോലെ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്തതുപോലെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ടേപ്പ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം എൽ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. സെയിം ആണ് കേട്ടോ എനിക്കിതിൽ വരുന്നത്. ഫ്രണ്ടും ബാക്കും എനിക്ക് 6 ഇഞ്ച് ആണ് വരുന്നത്. തയ്യൽത്തുമ്പ് കൂടെ കണക്കാക്കി 6.5 ഇഞ്ച് ഇതിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ സ്ക്വയറിൽ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്.
ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഡോട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഡോട്ട് എടുക്കുന്നത് കുറച്ചൊന്ന് വ്യത്യാസം വന്നാൽ മതി. നമ്മൾ കപ്പിൻ്റെ അളവൊക്കെ ഒന്ന് മാറിപ്പോവും. എങ്കിൽ ഡോട്ട് കറക്റ്റായിട്ട് ഇരിക്കില്ല. കപ്പൊന്നും കറക്റ്റായിട്ട് ഇരിക്കാത്ത ഒരു അവസ്ഥയിലെത്തും. അതുകൊണ്ട് ഈ ഡോട്ടിൻ്റെ അളവുകളൊക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ വച്ച് നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഫ്രണ്ട് കഴുത്ത് ഞാൻ കുറച്ച് വൈഡായിട്ടൊന്നും ഞാൻ വരച്ച് കൊടുത്തിട്ടില്ല. ഫ്രണ്ട് ആയതുകൊണ്ട് അവർക്ക് വൈഡൊന്നും വേണ്ട. സാധാ നമ്മൾ ആ ബോക്സിൻ്റെ അകത്ത് തന്നെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴേക്ക് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി 1/4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സായിട്ടുള്ളവരാണെങ്കിൽ ഫസ്റ്റായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ഡോട്ടിൻ്റെ അളവുകളൊക്കെ എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൂക്കിൻ്റെ അവിടുത്തെ ഡോട്ടാണ് എടുക്കുന്നത്. അത് 2.5 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അതൊന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ടക്കിൻ്റെ അളവാണ് എടുക്കുന്നത്. മെയിൻ ടക്കിൻ്റെ അളവെടുക്കാനായിട്ട് ഇതുപോലെ ബ്ലൗസ് വച്ച് പിടിച്ചതിന് ശേഷം, അതായത് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് വച്ച് നോക്കുക. ഡോട്ടിൻ്റെ അതുവരെ വച്ച് നോക്കുക. അപ്പം മീഡിയം സൈസ് ഒക്കെ ഉള്ളവരൊക്കെ 10 ഇഞ്ചൊക്കെ ആയിരിക്കും വരുന്നത്. ഇതിപ്പോൾ 10.5 ഇഞ്ചുണ്ട്. 10.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് തയ്യൽ തുമ്പ് കൂടെ കണക്കാക്കി 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലെങ്ത്ത് നോക്കുക. ലെങ്ത്ത് എനിക്ക് തയ്യൽ തുമ്പ് കൂടാതെ 3 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 3 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യൽ തുമ്പ് കൂടെ കണക്കാക്കി 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതേപോലെ സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നമ്മൾ ഹൂക്കിൻ്റെ അവിടുത്തെ ഡോട്ടില്ലേ അതിൻ്റെ ലെങ്ത്ത് എടുക്കുക. താഴോട്ടുള്ള ലെങ്ത്ത് എടുക്കുക. അപ്പോൾ താഴെ ആ 3ാമത്തെ ലൈനിൻ്റെ അവിടെ വെച്ച് വേണം ലെങ്ത്ത് എടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത്. അതും കൂടെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഈ മെയിൻ ടക്കും നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയില്ലേ ആ ഒരു ഭാഗവും തമ്മിലുള്ള ലെങ്ത്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ 3 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ തയ്യൽ തുമ്പ് കൂടാതെ അത് കണ്ടില്ലേ, കറക്റ്റ് എനിക്ക് 3 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി നിങ്ങൾ കറക്റ്റ് അളവാണോ എടുത്തതെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് കറക്റ്റ് അളവ് തന്നെയും നോക്കാം. മെയിൻ ടക്കും നമ്മൾ ഹൂക്കിൻ്റെ അവിടുത്തുള്ള ടക്കും കൂടെ അതും സെയിം ഉണ്ട്, 2 ഇഞ്ചോളം ഉണ്ട്. അതും ഇതുപോലെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഒന്നും കൂടെ നോക്കാം. വലിച്ച് വെച്ച് നോക്കല്ലേ കേട്ടോ. വലിച്ച് വെച്ച് നമ്മൾ ഈ തുണി വലിച്ച് വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം കണ്ടില്ലേ, 3 ഇഞ്ചോളം എനിക്ക് വരുന്നുണ്ട്. അങ്ങനെ നോക്കല്ലേ, ഒരിക്കലും അങ്ങനെ അളവെടുക്കല്ലേ. കറക്റ്റ് ആ ഡോട്ട് നമ്മൾ തുണി വലിച്ച് വെച്ച് നോക്കാതെ കറക്റ്റ് അളവ് തന്നെ എടുക്കുക കേട്ടോ, നിവർത്തി വെച്ചതിന് ശേഷം. ഇനി നമ്മൾ ആം ഹോൾ റൗണ്ടിൻ്റെ ടക്കാണ് നോക്കുന്നത്. അത് ഒരു 6 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ റൗണ്ട് ചെയ്തെടുത്തില്ലേ, ആ തയ്യൽ തുമ്പ് പോയതിന് ശേഷം 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 6 എവിടെ വരുന്നോ അവിടെ വെച്ച് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ചോളം നിങ്ങൾക്ക് ഇത് മടക്കി അടിക്കാനുള്ള ഇത് സ്പേസ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അതിൻ്റെ ലെങ്ത്തും കൂടെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് കൂടെ നോക്കി അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. 4.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അത് തമ്മിലുള്ള വ്യത്യാസം അതും സെയിം 2 ഇഞ്ചുണ്ട്. അപ്പോൾ മെയിൻ ടക്കിൽ ഓരോ ഇഞ്ച് വീതമാണ് ഞാൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതും 1/4 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1/4 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തിയില്ലേ, 10 ചെസ്റ്റ് അടയാളപ്പെടുത്തിയെന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് തയ്യൽത്തുമ്പ് 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടക്കിൻ്റെ പോർഷൻ, അതായത് നമ്മൾ പട്ട വെച്ചടിക്കൂലേ അതിൻ്റെ വരെ എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ 7 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. തയ്യൽത്തുമ്പും കൂടെ കണക്കാക്കി 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴോട്ട്. ഇനി നമ്മൾ ആ മെയിൻ ഡോട്ടിൽ നിന്ന് ഉള്ള വിഡ്ത്ത് നോക്കുക. അതും കൂടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതാ കണ്ടില്ലേ, സെയിം വന്നിട്ടുണ്ട്. 6 ഇഞ്ചാണ് വരുന്നത് എനിക്ക്. എന്നിട്ട് താഴത്തെ പോർഷനിലും നമ്മൾ 2 ഇഞ്ച് നമ്മൾ മെയിൻ ടക്കിന് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞതിൽ എന്തോന്നെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും കുറച്ച് സ്പീഡ് കൂടി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നിങ്ങൾക്കിത് ശ്രദ്ധിച്ച് കണ്ടിരുന്നാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തൂടെ ഇതുപോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ കഴുത്ത് വെട്ടുമ്പം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്ത് ആ സ്ഥലത്തൂടെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണേ. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോട്ടുകൾ ഇട്ടെടുത്ത് ഓരോരോ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 2 സൈഡായിട്ട് സെപ്പറേറ്റ് മാറ്റൂലേ, അപ്പോൾ മറ്റേ സൈഡിൽ കറക്റ്റ് ആ സൈഡിൽ തന്നെ ആ സ്ഥലം അറിയാൻ പറ്റും, നമ്മൾ കറക്റ്റ് അളവെടുത്ത സ്ഥലം അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ മറ്റ് വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഈ സെയിം പോർഷൻ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ മറിച്ചിടുമ്പോൾ ആ ഒരു നമ്മൾ മാർക്ക് ചെയ്ത ആ മാർക്കില്ലേ ആ ഒരു സൈഡിൽ വരും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ എപ്പോഴെപ്പോഴും ബ്ലൗസ് എടുത്ത് ഡോട്ടിൻ്റെ ഇത് നോക്കണ്ട. ഫുള്ളായിട്ട് ഒരടി അടിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ മതി കറക്റ്റ് തന്നെയാണോ എന്നൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്താൽ മതിയേ. ഇനി നമ്മൾ കൈ വെട്ടിയിട്ടാണ് താഴത്തെ പട്ടയ്ക്കുള്ള തുണി നമുക്ക് കട്ട് ചെയ്യാം. ഫസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുണി തികയാതെ വരും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി പോർഷനിൽ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം 1.5 ഇഞ്ച് താഴത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 1.5 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് താഴത്തെ പോർഷൻ ഇതുപോലെ മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ അത് പോയിട്ടാണ് ബാക്കി മാർക്കിങ്ങൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൈയുടെ വിട്ട് വരുന്നത് 6 ഇഞ്ചാണ്. തയ്യൽത്തുമ്പും കൂടെ കണക്കാക്കി 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കണക്കാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലെങ്ത് എത്രയാണെന്ന് നോക്കാം. 7.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പും കൂടെ കണക്കാക്കി ഒരു 8 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. 7.5 ഇഞ്ചാണ് താഴത്തെ പോർഷൻ വേണ്ട. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി മുകളിലത്തെ 8 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ഒരു വര വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സ്ട്രെയിറ്റ് വര വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ സ്ട്രെയിറ്റ് വരയിൽ നിന്ന് നമ്മൾ 8 ഇഞ്ച് എടുത്തില്ലേ ആ ഒരു വരയിലേക്ക് ഇതുപോലെ ചരിച്ച് വരച്ച് കൊടുക്കുക. അത് എത്രയുണ്ടെന്ന് നോക്കുക. അപ്പോൾ 10 ഇഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് സ്ലീവ് കിട്ടുമേ. ഇനി താഴത്തെ പോർഷൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. ഇനി മുകളിലൊരു ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ കൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പട്ട കട്ട് ചെയ്യാവേ. അപ്പോൾ പട്ട ബാക്കി പോർഷൻ ആ കൈയുടെ പോർഷൻ തന്നെ നമുക്ക് പട്ടയ്ക്കും തികയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പട്ട വെട്ടിയിട്ടെടുക്കുമ്പോൾ കൈക്ക് ചിലപ്പം തികയാതെ വരും, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പട്ടയുടെ ലെങ്ത്ത് നോക്കാം കേട്ടോ എത്ര ഉണ്ടെന്ന്. 4 ഇഞ്ചാണ് വരുന്നത്. കറക്റ്റ് 3.5 ഇഞ്ചാണ്. നമുക്ക് 1/2 ഇഞ്ച് തയ്യൽത്തും കൂടെ കണക്കാക്കി 4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 4.5 ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യമായിട്ട് തയ്ക്കുന്നവർ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നോക്കുക. ലെങ്ത്ത് വന്നിട്ട് 8 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 2 ഇഞ്ചോ തയ്യൽത്തുമ്പ് കൂടെ കണക്കാക്കി ഇട്ട് കൊടുക്കുക. ഇനി ആ താഴത്തെ പട്ടയുടെ സൈഡ് പോർഷൻ എത്ര ഉണ്ടെന്ന് നോക്കുക കേട്ടോ. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.5 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സെൻറ്റർ പോർഷനും കൂടെ ഒന്ന് എത്ര ഉണ്ടെന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം 3 ഇഞ്ചാണ്. അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു 3 ഡോട്ടും കൂടെ തമ്മിൽ ഇതുപോലെ ഒന്ന് ചരിച്ച് ഒന്ന് വളച്ചൊന്ന് കുഴിച്ച് ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് 2 കൊടുക്കുന്നുണ്ട്. 2 പോർഷനാക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും മാറിപ്പോകുന്നതാണ് ഈ പട്ടകൾ തമ്മിൽ മാറിപ്പോകും കേട്ടോ. രണ്ട് പട്ടയും തമ്മിൽ മാറിപ്പോകും. ചിലപ്പോൾ രണ്ടിൻ്റെയും ഫ്രണ്ട് വശം ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കളയുക. അതുകൊണ്ടാണ് കേട്ടോ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തത്. ഇതാകുമ്പോൾ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ഫ്രണ്ട് ഏതാണെന്ന് അറിയാൻ പറ്റുമേ. അപ്പോൾ തിരിഞ്ഞു പോവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെട്ടിയിട്ട് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകും. ഫുള്ള് ചിലപ്പോഴൊക്കെ ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് സംഭവം ഒരു സൈഡാണല്ലോ എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കറക്റ്റ് ഇതുപോലെ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കേ. അപ്പോൾ അത് 4 കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും തുണിയുണ്ട്. ഇത്രയും തുണിയിൽ നമുക്ക് ബാക്കിലത്തെ പട്ട, ഹുക്ക് പട്ട, ഐപ്പട്ടയൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തുണി വേസ്റ്റ് ആവേ ഇല്ല, നമുക്ക് കറക്റ്റ് തുണി കിട്ടുകയും ചെയ്യേ. ഈ ഒരു പോർഷൻ മതി ഹുക്ക് പട്ടയും ഐപ്പട്ടയും കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ബാക്കി പോർഷൻ നമുക്കുണ്ട്. സാധാരണ ഞാൻ മിക്ക തുണിയിലും നമ്മൾ ഈ ആം ഹോൾ റൗണ്ട് കട്ട് ചെയ്യില്ലേ, ആ ഒരു പോർഷനിലാണ് നമ്മൾ കഴുത്തിൽ വെച്ചടിക്കാനായിട്ട് കട്ടിങ് ചെയ്തെടുക്കുന്നത്. ക്രോസ് പീസ്, അതായത് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ ഇത്രയും പീസ് നമുക്ക് എക്സ്ട്രാ വരും. അതുകൊണ്ട് നമുക്ക് ഇത് എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ പറ്റുമേ. സത്യത്തിൽ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ അളവൊന്നും ചെയ്തെടുക്കില്ല. ഒരു കണക്കിനങ്ങ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ അളവൊക്കെ. അപ്പോൾ ആ ഒരു കണക്കിനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് 1.5 ഇഞ്ച് രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ വെച്ച്, എന്നിട്ട് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കാണിക്കുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എല്ലാം 1.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് വളയില്ല, കറക്റ്റ് ലൈനിൽ തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ബ്ലൗസ് കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും പീസിൽ കട്ട് പീസ് മതി, നമുക്ക് ക്രോസ് പീസ് മതി നമുക്ക് ബ്ലൗസിൻ്റെ കഴുത്തിൽ വച്ചടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യാവേ. അപ്പോൾ കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ നമുക്ക് കിട്ടും. കറക്റ്റ് അതേപോലെ നമ്മൾ കഴുത്തിൽ വച്ചടിക്കുമ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങോട് കിട്ടുകയും ചെയ്യുവേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി വരാം. അതിനു മുന്നേ ഇതിൽ വേറൊരു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 2 രീതിയിൽ ബ്ലൗസ് കട്ട് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ വലിയ സൈസൊക്കെ ആണെങ്കിൽ വേറൊരു രീതിയിലാണ് കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, താങ്ക് യു.